ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. മൈൻഡ്ഫുൾ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോയാബീൻ തോരനാണ് വെക്കാൻ പോകുന്നത്. ഇത് സോയാബീനാണ്. സോയാബീൻ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. വലിയ സൈസാണ് കിട്ടിയേക്കുന്നത്. ഇതിനെ നമ്മൾ ഒന്നി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയിൽ കറക്കിയെടുക്കും. പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ രണ്ട് സവാള, ചെറിയ 2 സവാള, 2 തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം, എണ്ണ, ഉപ്പ്. ഇത്രയുമാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക്. മിക്സിയിൽ അടിച്ചെടുത്ത സോയാബീൻ ഇങ്ങനെ ഇരിക്കും. അരിഞ്ഞ് മെനക്കിടണ്ട, നമ്മളൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ ഈ പരുവത്തിൽ കിട്ടും. ഇനി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഈ ജീരകം ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായി, ഇതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ജീരകം നന്നായി മൂത്ത് വന്നു. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വാടി, അപ്പോൾ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി വരണം. ശകലം ഉപ്പ് ചേർക്കാം നമുക്ക്. ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. വാടട്ടെ, നല്ലതായിട്ടൊന്ന് വഴലട്ടെ. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ നല്ലോണം ഒന്ന് വഴന്നിട്ടോടെ. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് എരിക്ക് വേണ്ടിയിട്ട് ചില മുളക് പൊടി, ശർക്കര മുളക് പൊടി ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂക്കട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്നു. ഇനി ഇതിലേക്ക് ഈ സോയാബീൻ നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഇടുക. ഒന്ന് ചതച്ച് നീക്കിയതെന്ന് വെച്ചാൽ മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയത്. ഇങ്ങനെ കുറേശ്ശെ ആട്ടിനകത്തേക്ക് കുടഞ്ഞിടണം. അരച്ച് വെച്ച സോയാബീനും ഈ തക്കാളിക്കകത്തൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തീ കുറച്ചിട്ട് ഇനി അടച്ചു വേവിക്കണം. അങ്ങനെ തോരൻ ഒരു സൈഡ് വറ്റി. ഒരു ശകലം വെള്ളം ചേർക്കാം കേട്ടോ. ഒരു ശകലമേ ചേർക്കാം, കാരണം എണ്ണയിൽ കിടന്ന് വേണ്ട സാധനം ഇത്. ഞാൻ ഒരു ശകലം വെള്ളം ചേർത്തു. എന്നിട്ട് ഒന്ന് തിരിച്ച് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇവിടെ പറയുന്നത് ഈ
ഇതിന് പറയുന്നതാണ് സോയാബീൻ ഭുജിയ പറയില്ലായിരുന്നു. ഇതുപോലെ നമ്മൾ മുട്ടയും ഇതുപോലെ ഉണ്ടാക്കും, മുട്ട ഭുജിയ, അതുപോലെ സോയാബീൻ ഭുജിയ. സോയാബീൻ ഭുജിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ബൈ ബൈ.